വിദേശയാത്രയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കേരളത്തിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ്. വിജിൻ, ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹം എത്തിയതല്ലേ? തീർച്ചയായും ശരത്ത്, ഇന്ന് 3 മണിയോടുകൂടിയാണ്, പുലർച്ചെ 3 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രിയും ഭാര്യയും എത്തിയത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷമായിരുന്നു മുഖ്യമന്ത്രി വിദേശയാത്രയ്ക്ക് പോയത്. നിലവിൽ പെരുമാറ്റച്ചട്ടം ഒക്കെ നിലനിൽക്കുന്നതിനാൽ ഭരണപരമായ കാര്യങ്ങളോ നയപരമായ തീരുമാനങ്ങളോ ഒന്നും എടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത സാഹചര്യത്തിലാണ് അത്തരത്തിൽ ഒരു വിശ്രമത്തിനായി വിദേശത്തേക്ക് മുഖ്യമന്ത്രി ഒരു സ്വകാര്യ യാത്ര നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞാണ് മുഖ്യമന്ത്രി തിരിച്ചെത്തിയത്. സിംഗപ്പൂർ, അതുപോലെ തന്നെ ദുബായ്, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലാണ് മുഖ്യമന്ത്രി സന്ദർശനം നടത്തിയത്. എന്തായാലും ഇതിനെ വിവാദമാക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഒരു ഭാഗത്ത് നടന്നിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ഈ തിരഞ്ഞെടുപ്പിന് മുമ്പായി നവകേരള സദസ്സ് ഉണ്ടായിരുന്നു, കേരളീയം ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ ഈ താലൂക്ക് തല അദാലത്തുകൾ, മണ്ഡല അദാലത്തുകൾ ഒക്കെ, ഇതിലെല്ലാം മുഖ്യമന്ത്രി നിരന്തരമായി പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നവകേരള സദസ്സ് തന്നെ എല്ലാ മണ്ഡലങ്ങളിലും യാത്ര ചെയ്താണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര നടത്തിയത്. ജനങ്ങളുമായി നിരന്തരം സംവദിക്കുന്നു. ഒരു ദിവസം തന്നെ ഏകദേശം 4 മണിക്കൂറോളം നേരം മുഖ്യമന്ത്രിയുടെ പ്രസംഗം തന്നെ ഓരോ മണ്ഡലങ്ങളിലും പല മണ്ഡലങ്ങളിലും ഒക്കെയായി ഉണ്ടായിരുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ മുഖ്യ പ്രചാരകനായി മുഖ്യമന്ത്രി തന്നെയായിരുന്നു ഇടതുപക്ഷത്തെ നയിച്ചത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിരന്തരമായ ഒരു പരിപാടികൾക്ക് ശേഷമാണ് കുറച്ച് ദിവസത്തേക്കായി മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിദേശയാത്രയ്ക്ക് പോയത്. അത് വിവാദമാക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ശരി, വിജിനാണ് ഈ വിശദാംശങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളുമായി പങ്കുവച്ചത്.